അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഒരു ദിവസം കേൾക്കുകയും അതിൽ നിന്ന് ഒരറിവ് പഠിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നമ്മുടെ സഹ്റത്തുൽ ബയാൻ എന്ന ചാനലിൽ വന്നിട്ടുള്ള 46-ാമത്തെ ഹദീസാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. മിൻഹാജുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന കിതാബിൽ 538-ാമത്തെ പേജിൽ ഈ ഹദീസ് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ ഹുറൈറ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم إن الله تعالى يرضى لكم ثلاثا ويكره لكم ثلاثا فيرضى لكم أن تعبدوه ولا تشركوا به شيئا وأن تعتصموا بحبل الله جميعا ولا تفرقوا ويكره لكم قيل وقال وكثرة السؤال وإضاعة المال. رواه مسلم. ഈ ഹദീസാണ് ഇന്ന് നിങ്ങളിലേക്ക് വിവരിക്കുന്നത്. ഇതിന്റെ അറബി കേട്ടപ്പോൾ തന്നെ അറബി അറിയുന്ന ആളുകൾക്കൊക്കെ അതിന്റെ ആശയം മനസ്സിലായിട്ടുണ്ടാകും. അവർക്ക് ഈ വീഡിയോയുടെ ഈ ഭാഗം മാത്രമേ കേൾക്കേണ്ടതുള്ളൂ. എന്നാൽ അറബി അറിയാത്ത സാധാരണക്കാരായ ആളുകൾക്ക് എന്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഹദീസിലൂടെ നമ്മോട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നൽകുന്നത്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അവര് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു തആല യർളാ ലക്കും സലാസൻ, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു 3 കാര്യങ്ങളെ, വയക്റഹു ലക്കും സലാസൻ, 3 കാര്യങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു വെറുക്കുകയും ചെയ്യുന്നു. വയർളാ ലക്കും അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നതിനെയും അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുന്നതിനെയും അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. അത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, ആരാധനയിൽ മറ്റുള്ളവരെ പങ്കു ചേർത്തവൻ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ്, മുശ്രിക്കാണ്. അവന് വലിയ ശിക്ഷയാണ് അള്ളാഹു നൽകുക. അപ്പൊ ഒരു കാര്യം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം അതാണ്. 2, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ഹബ്ല് എന്ന് പറഞ്ഞാൽ കയറ് എന്ന ഇവിടെ ഉദ്ദേശിക്കുന്നത് ദീന. അള്ളാഹുവിന്റെ ദീന് കൊണ്ട് നിങ്ങളെല്ലാവരും മുറുകെ പിടിക്കണം, ദീനിൽ ഉറച്ച് എല്ലാവരും നിൽക്കണം. വലാ തഫറഖു, നിങ്ങൾ ഛിന്ന ഭിന്നമാവാൻ പാടില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ: 1, അള്ളാഹുവിനിക്ക് മാത്രം ആയിരിക്കണം നിങ്ങളുടെ ആരാധന. 2, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അപ്പോ 1, അള്ളാഹുവിനിക്ക് മാത്രമായിരിക്കണം ആരാധന, ആ ആരാധനയിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. 2, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കണം, ഐക്യത്തോടെ, ഒരുമയോടെ. 3, വലാ തഫറഖു, നിങ്ങൾ ഛിന്ന ഭിന്നമാവാൻ പാടില്ല. 3 കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെറുക്കുന്നുണ്ട്. 1, വയക്റഹു ലക്കും ഖീല വഖാല,
ഒന്നാമത്തെ കാര്യം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു എന്തിനെ? ഖീല വഖാല, കണ്ടതും കേട്ടതും പറയാം. കണ്ടതൊക്കെ പറഞ്ഞു നടക്കുക, കേട്ടതും മുഴുവനും റിപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൊടുത്ത് അത് ഒരു വാർത്ത മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കുക. അടിസ്ഥാനമൊന്നും ഉണ്ടാവുകയില്ല. ആരെങ്കിലും ഒരാൾ ഒരു കളവ് പറഞ്ഞതാണെങ്കിൽ ആ കളവ് ലോകമൊട്ടാകെ എത്തുന്നതിന് കാരണമായി പോകും. ഇത് ഈ സ്വഭാവം കൊണ്ട്. അതാണ് ഇത് വിരോധിക്കാനുള്ള കാരണം. വയക്റഹുലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെറുക്കുന്നു. ഖീല വഖാല, കണ്ടതും കേട്ടതും പറയുന്നതിന്. ഒന്നതാണ്. രണ്ട്, വകസറത സുആലി, ആവശ്യമുള്ളത് മാത്രമാണ് ചോദിക്കേണ്ടത്. ഒരിക്കലും നമുക്കൊരാവശ്യമില്ലാത്ത കാര്യം ചോദിക്കാൻ പാടില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുക. കസറത്ത് സുആൽ, ചോദ്യം വർദ്ധിപ്പിക്കുക എന്നത് തന്നെ ഒരു ദുസ്വഭാവമാണ്. അതിന്റെ അർത്ഥം ഒന്നും ചോദിക്കാൻ പാടില്ല എന്നല്ല. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ഒക്കെ ചോദിക്കാം. പക്ഷെ ആവശ്യമില്ലാത്തത് ചോദിക്കരുത്. ആ ചോദിക്കുന്നതിലൂടെ ചിലപ്പോൾ നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാവും. അതേ പ്രകാരം മൂന്നാമത്തത് ഇളാഅത്തുൽ മാൽ, മുതല് നശിപ്പിക്കുക എന്നതാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല ധനം. കാരണം വെള്ളം, കരണ്ട്, എന്തൊക്കെ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇതൊക്കെ മൊത്തത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. നമുക്ക് വേണ്ടി മാത്രമല്ല. നമുക്ക് വേണ്ടത് മാത്രമാണ് നാം ഉപയോഗിക്കേണ്ടത്. അതിന്റെ അപ്പുറം ഉപയോഗിക്കുന്നത് മറ്റു ജനങ്ങൾക്ക് കിട്ടേണ്ടത് നാം നഷ്ടപ്പെടുത്തുകയാണ്. അതായത് ഈ ഭൂമിയിലേക്ക് നമ്മളെ ഒരു വീട്ടുകാരെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു നാട്ടുകാരെ മാത്രമല്ല അള്ളാഹ് സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഇവിടെ സംവിധാനിച്ചിട്ടുള്ള വെള്ളം, അതുപോലെയുള്ള എല്ലാ വസ്തുക്കളും, ഭക്ഷണം, സകല വസ്തുക്കളും, അതിനെ ഇളാഅത്തുൽ മാലും, മുതല് അനാവശ്യമായി നശിപ്പിക്കുക എന്നത് തനിച്ച ഹറാമായി ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹറാമാണ്. അതുകൊണ്ട് വെറുതെ ഒരു പൈപ്പ് തുറന്നിട്ടിട്ട് വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ തുറന്നിട്ടത് മുതൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മളുടെ രണ്ട് ഭാഗത്തും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ തിന്മ എഴുതുന്ന മലക്ക് എഴുതി വെക്കും ഹറാമുകൾ, ആ വെള്ളം ഇങ്ങനെ പോകുന്നതിനനുസരിച്ച്. ഒരു കരണ്ടിന്റെ ഒരു ബൾബ് അനാവശ്യമായി നാം ഓൺ ചെയ്ത് വെച്ചിട്ട് അത് ഓഫാക്കാതിരുന്നാൽ എത്ര സമയം കത്തുന്നുവോ അതിനനുസരിച്ച് മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടത് കരണ്ടാണ് നാം നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇളാഅത്തുൽ മാലിൽ പെടും. ഇളാഅത്തുൽ മാലിൽ എന്ന് പറഞ്ഞാൽ ധനം നശിപ്പിക്കൽ. ധനം നശിപ്പിക്കുന്നതിന്റെ വിധി ഹറാമാണ്. അതൊക്കെ വിവരമുള്ള ആളുകളാവണം എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹദീസുകൾ നാം വിടുന്നത്. എല്ലാ ആളുകളിലേക്കും ഇത് എത്തിക്കണം എന്ന് ഉണർത്തുക. ഇളാഅത്തുൽ മാൽ അത് ഹറാമാണ്. തൊഹഫടക്കം ഫിഖ്ഹിന്റെ എല്ലാ കിതാബുകളിലും ഫത്ഹുൽ മുഈനിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇളാഅത്തുൽ മാൽ, ധനം നശിപ്പിക്കൽ ഹറാം, വെറുതെ നശിപ്പിച്ചു കളയുക. രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഇനി തിരിവളിക്ക് കത്തിക്കുന്ന കാലമായിരുന്നു പഴയ കാലത്ത്. എന്നാൽ അതും വെറുതെ കത്തിച്ചുകൊണ്ട് മണ്ണെണ്ണ കളയുന്നത് ഈ ഹറാമിൽ തന്നെ പെടും. എത്രത്തോളം എന്നാൽ പള്ളിയിലേക്ക് ഒരാളും രാത്രി വരികയില്ല എങ്കിൽ അങ്ങനത്തെ ഒരു പള്ളിയിൽ ലൈറ്റ് ഇട്ട് വെക്കൽ ഹറാമാണ്, ഹറാമില്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കമുണ്ട്. ഫത്ഹുൽ മുഈനിലും അതുപോലെയുള്ള കിതാബിലൊക്കെ കാണാം. അവിടെ തന്നെ ഹറാമ്. കണ്ടില്ല? 5 നേരം നിസ്കരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയിൽ സമയം തെറ്റി ചിലപ്പോൾ രാത്രിയൊക്കെ ആളുകൾ വരാം. എന്നാൽ പോലും വരുമെന്ന് അറിയുകയില്ല എങ്കിൽ, വെറുതെ ആളുകൾ വരാത്തൊരു പള്ളിയാണെങ്കിൽ അവിടെ ലൈറ്റ് കത്തിച്ചു വെക്കുന്നത് പോലും ഹറാമാണ് എന്നാ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇളാഅത്തുൽ മാൽ, ധനം നശിപ്പിക്കുന്നവരിൽ നിന്ന് അല്ലാഹു ബറക്കത്തിനെ നീക്കപ്പെടും എന്നാണ്. എത്ര ലഭിച്ചാലും അതൊന്നും തന്നെ കാണാത്ത അവസ്ഥ ബറക്കത്തിനെ അല്ലാഹു നീക്കുമ്പോൾ ഉണ്ടാകും എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു വിജയികളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മറ്റ് സഹോദരന്മാർ, അതേ പ്രകാരം തന്നെ നമ്മളുടെ ഭാര്യമാരുടെ മാതാപിതാക്കൾ, ബന്ധപ്പെട്ടവർ ഒക്കെ ഖബറുകളിലുള്ളവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും അവരുടെ ഖബർ ജീവിതം സന്തോഷമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.